ഇന്ന് പഴയ നിയമം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് ഇൻസ്പിറേഷൻസ് മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച കുറച്ച് അനുഭവങ്ങൾ ചേർന്ന് മാത്രമാണ് വചനം പറയുക. പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടു 27 പുസ്തകങ്ങളുണ്ട്. ഈ പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 46. അപ്പോൾ അങ്ങനെ 73 പുസ്തകങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ സമ്പൂർണ്ണ ബൈബിൾ. അങ്ങനെ ഞാൻ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വായിച്ചപ്പോൾ എന്നെ ആദ്യം സ്പർശിച്ച 1-2 കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം പഴയ നിയമത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമായിട്ട് തോന്നിയത് അബ്രഹാം ഈ ദൈവവുമായിട്ട് സംസാരിക്കുന്നതാണ്. അതൊക്കെ ഓർമ്മയുണ്ടോ? അബ്രഹാം ദൈവവുമായിട്ട് സംസാരിക്കുന്നത്. സോദോം ഗൊമോറ നശിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലേ? നേരിട്ട് ചോദിക്കുന്നുണ്ട്. ആ സോദോം ഗൊമോറിൽ 50 നീതിമാരുണ്ടെങ്കിൽ 40, 30, 10 അങ്ങനെ 10 വരെ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് 1 അബ്രഹാത്തിനും അറിയാം, ദൈവത്തിനും അറിയാം. അവിടെ വെച്ച് അവർ സംസാരം നിർത്തുകയാണ്. കാരണം അവിടെ ആരുമില്ല, നീതിമാന്മാരായിട്ട് ഒരുവൻ പോലും ഇല്ലാതെ വന്നപ്പോഴാണ് ദൈവം സോദോം ഗൊമോറ നശിപ്പിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി, ഈശോയെ ഇങ്ങനെ ദൈവമായിട്ട് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുമോ? അങ്ങനെ നേരിട്ട് സംസാരിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അല്ലേ? അപ്പോൾ ഹൃദയശുദ്ധി വേണം. അപ്പം ഹൃദയശുദ്ധി എനിക്ക് അത്രയ്ക്കുണ്ടോ എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വന്നു. അപ്പോൾ തന്നെ നമ്മുടെ പുതിയ നിയമത്തിലെ മാർക്കോസിൻ്റെ പുസ്തകം 7-ാം അധ്യായം 20 മുതൽ 23 വരെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ നമുക്കറിയാം, എനിക്ക് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം ഹൃദയശുദ്ധിയുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പം ഈശോ സുവിശേഷത്തിലെ വിശുദ്ധ മാർക്കോസ് പറയുന്നുണ്ട് ഇപ്രകാരം. 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അവൻ തുടർന്ന്, ഒരുവൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധമാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധമാക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം മനുഷ്യനെ അശുദ്ധമാക്കുന്ന എന്താണെന്നും ഹൃദയത്തിന് ശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റില്ലെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇതിലൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലെന്നൊരു, ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നൊരു തോന്നൽ മനസ്സിൽ വന്നു. അപ്പോൾ തന്നെ അനുദപിച്ച് തുടങ്ങി, തിന്മകളെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അതിനുശേഷം വീണ്ടും വായന തുടർന്നു കഴിഞ്ഞപ്പോഴാണ് വളരെ മനോഹരമായൊരു സംഭവം കാണുന്നത്. അതേതായിരിക്കും? നമുക്കൊക്കെ നമ്മളെ ആരും ഈശോയുടെ വംശാവലിയിൽപ്പെട്ട എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഏറ്റവും നിസ്സാരനായ ഒരാളെ അവിടെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്, മോശേനെ. ദാവീദൊക്കെ ഇങ്ങ് പോരും. മോശ, നമുക്കറിയാം മോശയ്ക്ക് സത്യത്തിൽ ഒരു അഡ്രസ്സില്ല. ഉണ്ടോ? മോശയ്ക്ക് ഒരു അഡ്രസ്സില്ലാത്ത വ്യക്തിയാണ്. അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് മോശയെന്ന് കിട്ടി, പറവയുടെ മുകളിൽ നോക്കി. പിന്നെയോ അവൻ തൻ്റെ സ്വന്തം ജനം പ്രശ്നം കാണിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവരെ വഴക്കൂടി അവരെ കൊന്നു. അവിടെ നാട് കടത്തപ്പെട്ടു, ഒളിച്ചോടുന്നു. അതായത് കൊലപാതകവും ഒളിച്ചോടലും ഒന്നുമില്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ പോകുമ്പോൾ ആടുകളെ, സാധാരണ മനുഷ്യനെ പോലെ ഏറ്റവും വലിയ ജോലി ആടുകളെ ഇങ്ങനെ മേയിച്ചു നടക്കുമ്പോഴാണ് ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെനിക്ക് മനസ്സിലായപ്പോൾ തോന്നിയോ, ഇത് ഇങ്ങനെ കർത്താവിൻ്റെ അടുത്തൊക്കെ കർത്താവിന് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കർത്താവിൻ്റെ പ്രീതി നേടുക മാത്രമേ നമുക്ക് വേണ്ടൂ. അല്ലാതെ നമ്മുടെ യോഗ്യതകളൊന്നും തമ്പുരാൻ നോക്കുന്നില്ല. തമ്പുരാൻ്റെ പ്രീതി നേടണം. ആ ഒരു ചിന്തയിലേക്ക് പിന്നെ മനസ്സ് കൊണ്ടുപോവുകയാണ്. പിന്നെ ഞാൻ അത് വായിക്കുമ്പോൾ നമുക്കറിയാം മോശയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കുറേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? കാരണം ഫറവോ ഓരോ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം കടഞ്ഞു പോകും. അപ്പോൾ അവനോട് ഈ മോശയോട് പറയും, നീ പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അവൻ പോയി പുറത്തിറങ്ങി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴേ ആ മകമാരികളൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഫറവോയുടെ ഈ ജീവിതം കുറേ ഇങ്ങനെ തമ്പുരാൻ്റെ അടുത്തേക്ക് നിന്നാൽ കുറേയൊക്കെ നമുക്കും ജീവിക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഫറവോയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? നമ്മുടെ കയ്യിൽ വടിയും കൊണ്ട് പോയിട്ടൊന്നും കാര്യം നടക്കില്ല നമുക്കറിയാം. അപ്പം ഞാൻ എടുത്തിരുന്ന വടിയായിട്ട് ബൈബിളും കൊന്തയും കുരിശും ഒക്കെയാണ് നമ്മുടെ വടി. ഈ ബൈബിളെടുത്ത് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, കുരിശ് പിടിക്കുമ്പോഴൊക്കെ കിട്ടുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ മോശയുടെ വടി പോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളും നമുക്ക് ഫലപ്രദമാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ നോക്കിക്കഴിയുമ്പം പുറപ്പാട് 14:14 ഇപ്രകാരം പറയുന്നുണ്ട്,
ശാന്തമായിരുന്നവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നദ്ധയിൽ ശാന്തമായിട്ടിരിക്കാൻ തുടങ്ങി. കാരണം ഞാൻ മുന്നേ പറഞ്ഞില്ലേ, നമ്മുടെ ഹൃദയത്തിൻ്റെ നിന്ന് എന്തൊക്കെ പുറത്തേക്ക് വരുന്നോ അതനുസരിച്ചാണ് അവനെ വിശുദ്ധനോ അശുദ്ധനോ ആക്കുന്നത്. ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ എന്നിൽ നിന്ന് മാറ്റേണ്ടത് എന്താണ്, എനിക്ക് എന്തൊക്കെയാണ് എന്നിൽ നിന്ന് മാറ്റിയാലാണ് ഈശോയിലേക്ക് അടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഹൃദയത്തിൻ്റെ അശുദ്ധികളെയെല്ലാം തിരിച്ചറിയാനായിട്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ മൗനമായിട്ട് ഇരിക്കാൻ തുടങ്ങി. പുറപ്പാട് 14:14. വീണ്ടും വായന തുടരുകയാണ്. അപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 17:11 ഇപ്രകാരമുണ്ട്, നമുക്ക് കേൾക്കാം. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേലിരുന്നു. അഹറോനും കൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിലും നിന്നു. സൂര്യാസ്തമയം വരെ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. നമുക്ക് മോശയുടെ പ്രാർത്ഥന കണ്ടോ? മോശ പ്രാർത്ഥിച്ചൊരു വഴി വീണ്ടും എന്നെ സ്വാധീനിക്കാൻ തുടങ്ങി. കാരണം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു സംഭവം വീണ്ടും പ്രവർത്തിക്കാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ നിന്നും നമുക്ക് ഈശോയ്ക്ക് ആവശ്യമില്ല, ദൈവത്തിന് ആവശ്യമില്ലാത്തതെല്ലാം മാറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ വീണ്ടും കരങ്ങൾ ഉയർത്തി മോശയെ ഈശോ വിളിച്ച് വിശുദ്ധീകരിച്ചു കഴിഞ്ഞാണ് അവൻ്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരിക്കലും ഞാനൊരു നിങ്ങൾക്കറിയാം, വചനം ഞാൻ വായിച്ചു വിടുക മാത്രമല്ല, അത് ജീവിക്കാൻ നോക്കും, അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കും. അതൊക്കെ എൻ്റെ ഒരു ജീവിതശൈലിയിൽ അന്നും ഇന്നും ഉള്ളതാണ്. അപ്പോൾ ഞാൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയിലേക്ക് വന്നപ്പോൾ, ഞാൻ അമലയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റൽ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കുറേ മത്സരങ്ങളാണ്. അപ്പോൾ എന്നെ പിടിച്ച ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാക്കി. കുറേ കുട്ടികൾക്ക് എന്നെ അറിയാം, എനിക്ക് വലിയ കൾച്ചർ പരിപാടികളോ അല്ലെങ്കിൽ വലിയ ഡാൻസും പാട്ടുകളോ ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ല എന്ന്. പിന്നെ സിസ്റ്ററാണ്, അപ്പോൾ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ലൈ പീപ്പിൾ എല്ലാം അറിയുന്നവരൊക്കെയാണ് ലീഡർ. ഞാനൊക്കെ പക്ഷേ അവിടുന്നത്തെ അച്ഛനറിയും എന്നെ ഇങ്ങനെ ഞാൻ പഠിച്ച സമയത്തെ പരിചയം വെച്ചിട്ടാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മത്സരം വാശിയേറിയ മത്സരമാണ്. ഡോക്ടേഴ്സ് തൊട്ടതിൽ താഴെ എല്ലാവരെയും ഗ്രൂപ്പ് തിരിച്ചിട്ടുള്ളൊരു മത്സരമാണ്. ആ മത്സരത്തിൻ്റെ സമയത്ത് ഞാൻ എല്ലാ മത്സരത്തിനും ഞങ്ങളുടെ ഗ്രൂപ്പിനാണ് ഫസ്റ്റ് പോകുന്നത്. ഒരു ഉദാഹരണം പറയാം, ഞങ്ങളുടെ ഗ്രൂപ്പിൽ പാട്ട് പാടുന്നതിൽ ഏറ്റവും പുറകിൽ 7 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 7 പാട്ട് ഗ്രൂപ്പിലെ 7ാമത്തെ ആളാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലീഡർ. അപ്പോൾ ആ കൊച്ചിന് ഭയങ്കര സങ്കടമുണ്ട്. എന്നോട് വധിച്ചു പറഞ്ഞു, സിസ്റ്റർ പാട്ടിന് എന്തായാലും സമ്മാനം കിട്ടുമെന്ന് സിസ്റ്റർ വിചാരിക്കേണ്ട കേട്ടോ, ബാക്കിയൊക്കെ കിട്ടുമായിരിക്കും, എന്തിനും കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമ്മളല്ലല്ലോ ഇതുവരെയും പൊരുതിയിരിക്കുന്ന ഈശോ അല്ലേ, മോളൊന്നും പേടിക്കേണ്ട, ധൈര്യപൂർവ്വം പാട്ട് പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അവളും പാട്ട് പഠിച്ചു, യൂണിഫോമൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തു. മറ്റുള്ള ഗ്രൂപ്പുകാരൊക്കെ വലിയ വലിയ പണത്തിൻ്റെ പൈസ എടുത്തിട്ട് ചെയ്യുന്നു. ഞങ്ങൾക്ക് കിട്ടില്ലെന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ഏറ്റവും നിസ്സാരമായൊരു യൂണിഫോമൊക്കെ സെലക്ട് ചെയ്ത് മത്സരത്തിന് കയറി. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ പാട്ട് ലീഡറുടെ അല്ല, അവിടെ കയ്യിൽ എൻ്റെ കയ്യിലിരുന്ന ഒരു കുരിശും ഒരു കൊന്തയുണ്ട്. അത് ഞാൻ അവിടെ കൊടുത്തിട്ട് പറഞ്ഞു, മക്കൾ പാടാൻ കയറിക്കോ, പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് ഞാൻ നേരെ അമലയിലുണ്ട്, അമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ കൊച്ചു പള്ളിയുണ്ട്. ആ പള്ളിയുടെ മുമ്പിൽ പള്ളിയുടെ അകത്ത് കയറി ഈ മോശ ചെയ്തതുപോലെ തന്നെ ഞാൻ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് നിന്നു. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. കരങ്ങൾ ഉയർത്തി എൻ്റെ ഗ്രൂപ്പിന് കിട്ടണമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടേ നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു വചനം ഓടുന്നുണ്ട്, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചപ്പോഴെല്ലാം ഇസ്രായേൽ ജയിക്കുകയും അമലേക്ക് തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ മത്സരം എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കേൾക്കുന്ന സമയമാകുമ്പോഴത്തേക്കാണ് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകാറ്. ഒരു 3 മണിക്കൂർ സമയം ഞാൻ പള്ളിക്കകത്തിരിക്കാറുണ്ട്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് ചെന്നു. മത്സരത്തിൻ്റെ റിസൾട്ടുകളൊക്കെ പറയുന്നുണ്ട്. മിക്കതിനും തന്നെ ഞങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ ഡെല്ലയുടെ മനസ്സ് നോക്കും ഭയങ്കര സങ്കടത്തിലാണ്. കാരണം അവളായിട്ട് ആ ഗ്രൂപ്പിൻ്റെ മാർക്ക് കളയോ എന്നൊരു ചിന്തയുടെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവരിങ്ങനെ ഈ പാട്ടുകാർ ഫുള്ള് എൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. കാരണം അതിന് സമ്മാനം കിട്ടില്ല, അപ്പോൾ ഡെല്ലേനെ സമാധാനപ്പെടുത്തണം എന്നുള്ളൊറ്റ ചിന്തയിലാണ് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പാട്ടിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ ഗ്രൂപ്പിന് ഫസ്റ്റ്. അന്ന് എനിക്ക് മനസ്സിലായി, നമ്മൾ കരങ്ങൾ ഉയർത്തി നിന്നാൽ എത്ര അസാധ്യ കാര്യങ്ങളുണ്ടെങ്കിലും കിട്ടും. ഇപ്പം ഞാനിത് അമ്മമാരോട് പറയുമ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ടെന്ന്. മക്കൾക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുണ്ടല്ലോ, കരങ്ങൾ ഉയർത്തി തമ്പുരാൻ്റെ മുമ്പിൽ നിന്നേ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് മേടിക്കും. അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട ഒരു ഉദാഹരണം കൂടെ പറയാം. അന്ന് ഹോസ്പിറ്റലിലുണ്ടായിരുന്ന എൻ്റെ ഒരു അനിയൻ കൊച്ചുണ്ട്, അവനിപ്പോൾ സിംഗപ്പൂരാണ്. അവനും അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ, അന്ന് ഞാൻ ജീസസ് യൂത്തിലുണ്ട്, എല്ലാവരും കൂടെ ഞാൻ എക്സാമിന് പോണ സമയത്ത് ആ കുട്ടി എന്നോട് പറഞ്ഞു, സിസ്റ്ററിൻ്റെ കയ്യിലിരിക്കുന്ന കൊന്തയൊന്ന് തരുമോ? അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കൊന്തയാണ്. അപ്പോൾ ഞാൻ
എന്തൊരു കഷ്ടം, വേറെ എന്തും ചോദിച്ചോട്ടില്ല, ഈ സാധനം തന്നെ ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മനസ്സോടെ ഞാൻ കൊന്ത കൊടുത്തിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ പോയ ദിവസം ഇവരൊരു 13 പേരുണ്ട്. ഇവർ ഈ 2 പേരായിട്ട് നൈറ്റ് ഡ്യൂട്ടി എടുക്കുകയും ലീവ് എടുക്കുകയും എൻ്റെ 7 ദിവസത്തെ പരീക്ഷയിൽ ഇവർ ഈ 2 പേര് വീതം ഈ കൊന്ത ഉപയോഗിച്ച് ജപമാല തുടങ്ങി. ഞാൻ നിങ്ങളോട് എക്സാമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. MRI ഫിസിക്സ് ഉണ്ടായിരുന്നു, എനിക്കൊന്നും അറിയണ്ടായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഫിസിക്സ് ഇച്ചിരി ബുദ്ധിമുട്ടുമുണ്ട്, ക്ലാസ് അത്ര കാര്യമായിട്ട് കിട്ടിയിട്ടുമില്ല, വായിച്ചോട്ട് ഇച്ചിരി മനസ്സിലാവുന്നുമുണ്ട്. പക്ഷേ കിട്ടിയ പേപ്പർ പുസ്തകം ഞാനിങ്ങനെ വായിച്ചു പഠിച്ചു പോയി. ഒരു ട്യൂഷന് ചെന്നപ്പം ഒരു ഫിസിസ്റ്റ് ആൾ പറഞ്ഞു, സിസ്റ്റർ ഇത് നടക്കില്ല കേട്ടോ, ഇത്രയൊന്നും പറഞ്ഞു തരാനോ പഠിപ്പിക്കാനോ സിസ്റ്റർ പറ്റുമെന്ന് തോന്നുന്നില്ല, സിസ്റ്റർ പൊക്കോ എന്ന് പറഞ്ഞിങ്ങനെ വിടുകയാണ്. അപ്പോൾ എനിക്കറിയാം ഇവിടെ ഈ കുട്ടികളിങ്ങനെ എൻ്റെ കൊന്ത കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഇവരിവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഉറപ്പ് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പോയി തിരിച്ചു വന്ന്, അപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്നും അറിയണില്ല. MRI ബാക്കിയുള്ള പേപ്പറുകളൊക്കെ ഞാൻ എഴുതി പോയിട്ടുണ്ട്. ലാസ്റ്റ് എക്സാമാണോ എനിക്കൊന്നും അറിയുന്നില്ല. നിങ്ങൾ ഞാൻ എന്താ പറയുക, അതിശോക്തി പറയുന്നതെന്ന് വിചാരിക്കല്ലേ, സത്യമാണ് പറയുന്നത്, തിരുവചനത്തിന് മുമ്പിൽ നിന്നാണ് പറയും. അപ്പോൾ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും തന്നെ 105 ക്വസ്റ്റ്യൻ ഉണ്ട്, എനിക്കൊന്നും തന്നെ പ്രത്യേകിച്ച് അറിയുന്നില്ല. അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ദൈവാനുഗ്രഹത്താൽ 1 വേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1 മാർക്ക് 2 മാർക്ക് 5 മാർക്ക് അങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ ഇവിടെ പിള്ളേർ പ്രാർത്ഥിക്കുന്നു, ഞാനവിടെ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചു. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞൊരു കള്ളി അർപ്പിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞ് അവസാനം വന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇതെനിക്ക് അറിയാവുന്നതാണ് ഒരു ചിന്തയിൽ, ഞാൻ എൻ്റെ കഴിവിലേക്ക് വന്നു, ഞാനതെവിടെയോ പൂരിപ്പിച്ചു. അത് കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ 105-ൽ 92 മാർക്ക് എനിക്ക് കിട്ടുകയാണ്. വേറൊന്നുമല്ല, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഫലവും ദൈവമേ അങ്ങ് പരിശുദ്ധനാവുന്നുള്ള പ്രാർത്ഥനയുടെ ഫലവും മാത്രമാണെന്ന് എനിക്കറിയാം, എൻ്റെ കഴിവിലതി. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ പഠിച്ച് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എൻ്റെ അമ്മമാരെ, എൻ്റെ ആങ്ങളമാരെ, ചേട്ടന്മാരെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ കരങ്ങൾ ഉയർത്തി നിന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് നല്ല മാർക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം, സോളമൻ തൻ്റെ ദേവാലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടറിയാം. ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കുള്ള അനുഗ്രഹം. പിന്നെ എക്സ്രാ, നെഹമ്യ ഇവരൊക്കെ ജെറുസലേം ദേവാലയം പണി തീർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ യൂദിത്ത് എസ്തർ തൻ്റെ നാടിനെ നാട്ടുകാർക്ക് വേണ്ടിയും വംശത്തിന് വേണ്ടിയിട്ട് നിലനിൽക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാം. പിന്നെ നമുക്ക് കാണാം ജോബിൻ്റെ പുസ്തകത്തിൽ 42:10, ജോബ് 42:10, ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ 10 ഇരട്ടിയായിട്ട് അവർ ഐശ്വര്യമൊക്കെ വർദ്ധിച്ചു കൊടുക്കുന്നതായിട്ട്. അപ്പോൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുടെ കാണാം. നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊന്നും വെറുതെ ആയിപ്പോയി എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് ഏതെങ്കിലും ഒരു കാലത്ത് അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ പ്രതിഫലം കാണാം. പിന്നെ എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു സംഭവമാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കണം. എസെക്കിയേൽ 9:4 മുതൽ 6 വരെ. അതായത് ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക, ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളമിടുക. അവിടെ നിന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കാൻ ആജ്ഞാപിച്ചു, അവൻ്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ. നിങ്ങളുടെ കണ്ണീർ അലിവുണ്ടാകരുത്, കരുണ കാണിക്കുകയും വരുത്. വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ. എന്നാൽ അടയാളമുള്ളവരെ ഒക്കെയും തുടരരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ. അവർ ആലയത്തിന് നമ്മുടെ നെറ്റിയിൽ അടയാളം ഇട്ടവരുടെ അവരെ മാത്രം മാറ്റി നിർത്തി ബാക്കിയുള്ളവരെയൊക്കെ ബധിച്ചതായിട്ട് കാണാം, അല്ലേ? എന്താ ഒന്ന് നെടുവീർപ്പിട്ട് കരഞ്ഞതും അല്ല, നെടുവീർപ്പിടുകയും എന്താ പറയുക, കരയുകയും ചെയ്തവർക്ക് വേണ്ടി, അതായത് അവിടെ നടക്കുന്ന മ്ലേച്ഛതകൾക്ക് വേണ്ടി. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, നമ്മുടെ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ നിന്ന് എന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വചനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത് ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ? എത്ര 144 രാജ്യങ്ങൾ, അങ്ങനെ ഒത്തിരി രാജ്യങ്ങളുടെ പേരുകൾ, ഓരോ വ്യക്തികളെ, മന്ത്രിമാരെ, അങ്ങനെ പറഞ്ഞാൽ ഈ ലോകം മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു പ്രാർത്ഥനാനുഭവം എൻ്റെ ജീവിതത്തിലോ എനിക്ക് കിട്ടിയത് ഇവിടെ വന്നപ്പോഴാണ്. ഞാൻ ഇത്രയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. നമ്മുടെ കൈക്ക് ഒതുങ്ങിയ നമ്മുടെ പഠനം, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ വീട്ടുകാരെ, നാട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നിടത്തുനിന്ന് വലിയൊരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരാനായിട്ട് എനിക്ക് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
പിന്നെ ഒത്തിരി അനുഗ്രഹപ്രദമാണ്. അതുപോലെ തന്നെ ഈ ഭവനത്തിൽ കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു സാക്ഷ്യം പോലെ പറയുകയാണ്. ഈ ഭവനത്തിൽ കയറി വന്നപ്പോൾ ഇവിടെ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിക്കുന്നുണ്ട്. ഞാനിവിടെ അവിടെയുള്ള പ്രേക്ഷിതർ 10-15 പ്രേക്ഷിതരുണ്ട്. ഇവരോടൊക്കെ ഞാൻ സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ജീവിതം എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരു തമ്പുരാൻ്റെ വചനമാണെങ്കിലും ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയുള്ള മനുഷ്യർ, ഈ പ്രേക്ഷിതരുടെ ഒരു പ്രത്യേകത, പിന്നെ അച്ഛനോട് ഞാൻ അങ്ങനെ അധികം സംസാരിച്ചില്ല. അച്ഛൻ നമ്മളോടും അങ്ങനെ പറയുന്ന കേൾക്കാനില്ല. ഒരാളും ആരുടെയും കുറ്റം പറയില്ല, പരദൂഷണമില്ല, കുറ്റം പറയലില്ല, വ്രതഭാഷണമില്ലാത്ത ഒരു, അതുപോലത്തെ പല കാര്യങ്ങളും ഇല്ലാത്ത ഒരു പ്രാർത്ഥനാലയമാണ് ടൗൺ സെഗ്യോൺ മിനിസ്ട്രി എന്ന് കണ്ടപ്പോൾ എൻ്റെ സത്യത്തിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹമാണ്. കാരണം ജീവിതത്തിൽ ഇവിടെ പരസ്പരം ആരുടെയും കുറ്റം പറയുന്നില്ല, ആരെയും വിമർശിക്കുന്നില്ല, ആരെയും താഴ്ത്തിക്കെട്ടുന്നില്ല. അല്ലെങ്കിൽ നമുക്കറിയാലോ, ലോകത്തിൻ്റെ രീതികളിൽ ഒന്നുമില്ലാത്ത ഒരു പ്രേക്ഷിതരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. അതിനെ സപ്പോർട്ട് ചെയ്യാനും വളർത്തുവാനും അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ് വ്രതഭാഷണം അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കണമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഒത്തിരി കയറി വന്നത് ഇവിടെ വന്ന ഈ 4-5 മാസത്തിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഈ 4-5 മാസത്തിൻ്റെ ഉള്ളിൽ എന്നിൽ ഒത്തിരി കൃപ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഒത്തിരിയേറെ വളരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. പരിശുദ്ധമായ സ്ഥലത്ത് പരിശുദ്ധിയോടെ വ്യാപരിച്ചാൽ നമുക്കെല്ലാം സാധ്യമാണെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായൊരു ജീവിതാനുഭവമാണ് എന്നിലൂടെ എനിക്ക് മനസ്സിലാകും. ഞാൻ കഴിഞ്ഞൊരു ദിവസം ദിവസം ഒരു ദിവസം ഈശോയുടെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ ആലോചിച്ച്, കഴിഞ്ഞ 5 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ. അപ്പം ഞാൻ ഓർക്കുകയാണ്, ആത്മീയവും ഭൗതികവുമായിട്ട്, ആത്മീയവും മാനസികവും ഭൗതികമായ കാര്യങ്ങളിലേക്ക് ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം അതിലേക്കും കൂടെ വരണമെന്ന് അറിയാം. കാരണം നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ ഈ മേഖലയിൽ എനിക്ക് തോന്നുന്നു ഒരു 10-29 കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു ഈ 5 മാസത്തിനുള്ളിൽ എൻ്റെ ഈശോ എനിക്ക് തന്ന. അത് എൻ്റെയോ എൻ്റെ പ്രത്യേകതയുടെയോ അല്ല, ഞാൻ നിൽക്കുന്ന സ്ഥലം പുണ്യഭൂമിയാണ് എന്ന് ഈശോ മനസ്സിലാക്കിച്ച് തരികയാണ്. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളും ആരാധനകളോ കുർബാനകളോ ഒന്നും നിസ്സാരമല്ല പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ അനുഗ്രഹ സമ്പൂർണ്ണമാണെന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. ഈ അത്ഭുതങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവും ഈശോ എനിക്ക് തന്നിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് പിന്നീട് ഒരു ക്ലാസ്സിൽ ഞാൻ പറയാം. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം വാക്യം ആണ് ഈശോ എനിക്ക് ഇവിടെ വന്നപ്പോൾ അല്ല, എൻ്റെ ജീവിതത്തിലോ എൻ്റെ ഈശോ എനിക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ തന്ന് എന്നെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ വലിയൊരു തെളിവായിട്ട് ഞാൻ കാണുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 9:16 അതും ഈശോ എനിക്ക് നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നെ ജീവിക്കാൻ ഈശോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രമാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നതും അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. കാരണം നമുക്ക് മോശ പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവൻ്റെ നിത്യജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞിട്ടായാലും ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ, ഇസ്രായേൽ മക്കളെ രക്ഷിക്കാൻ, ആ രീതിയിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നേർന്നുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.